തരം തിരുവേദം മനസമോദ വികാസം. ക്രിസ്തീയ സഭ ആരംഭിച്ചത് പൗലൂസിൻ്റെ മാനസാന്തരത്തിന് ശേഷമാണോ അതോ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ ആയിരുന്നു? ഈ വിഷയത്തെക്കുറിച്ചുള്ള 6ാമത്തെ ക്ലാസ്സാണ് ഈ വീഡിയോ. ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന ഉപദേശ സത്യങ്ങൾക്കെതിരായി ഈ നാളുകളിൽ ഉയരുന്ന ചില വിരുദ്ധോപദേശങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് റീബിൽഡ് യുവർ ചർച്ച് എന്ന പഠന പരമ്പരയിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. പഴയ മിഡാക്സ് ഡിസ്പെൻസേഷണൽ ഉപദേശം പുതിയ തുരുത്തിയിൽ അവതരിപ്പിക്കുന്ന ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ദുരുപദേശങ്ങൾ ഓരോന്നും വിശകലനം ചെയ്യുകയാണ് നാം ഈ പരമ്പരയിലൂടെ ഈ നാളുകളിൽ ചെയ്യുന്നത്. സഭയുടെ ആരംഭം പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലല്ല, പൗലൂസിൻ്റെ മാനസാന്തരത്തിന് ശേഷമായിരുന്നു എന്നാണ് ഗേറ്റ് മിനിസ്ട്രീസ് പഠിപ്പിക്കുന്നത്. സഭയുടെ ആരംഭം പെന്തക്കോസ്ത് ദിവസം, അതായത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് എന്നതിനുള്ള 6ാമത്തെ കാരണമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. പൗലൂസിൻ്റെ മാതൃസഭ അന്ത്യോക്യ സഭയായിരുന്നു. അന്ത്യോക്യയിലെ ഈ സഭ ഒരു ക്രിസ്തീയ സഭയായിരുന്നു. അന്ത്യോക്യ സഭ ഒരു ക്രിസ്തീയ സഭയായിരുന്നു എങ്കിൽ പൗലൂസിൻ്റെ മാനസാന്തരത്തിന് ശേഷമാണ് പുതിയ നിയമസഭ ആരംഭിച്ചത് എന്നുള്ള ആ ഉപദേശം സത്യവിരുദ്ധമാണ്, വചനവിരുദ്ധമാണ്. അന്ത്യോക്യ സഭ ക്രിസ്തീയ സഭയായിരുന്നുവെങ്കിൽ പൗലൂസിലൂടെ ആരംഭിച്ചതാണ് പുതിയ സഭ എന്നുള്ള ഈ ഗേറ്റ് ഉപദേശം തിരുവചനത്തെ അടിസ്ഥാനത്തിൽ തെറ്റാണ്. അതാണ് നാം ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. പ്രവൃത്തിയുടെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു സഭയാണ് അന്ത്യോക്യ സഭ. ശിഷ്യന്മാരെ ആദ്യമായി ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത് അന്ത്യോക്യയിൽ വെച്ചായിരുന്നു. 11-ന്റെ 26-ാമത്തെ വാക്യം. ആദ്യ നൂറ്റാണ്ടിൽ റോമൻ ആധിപത്യത്തിലായിരുന്ന സിറിയയിലെ പ്രധാനപ്പെട്ട നഗരമായിരുന്നു അന്ത്യോക്യ. ഈജിപ്ത്, അതുപോലെ ഏഷ്യ മൈനർ, ഗ്രീസ്, ഇറ്റലി, മെസൊപ്പൊത്തേമിയ തുടങ്ങിയ ദേശങ്ങളിൽ ഇടയിൽ കിടന്നിരുന്ന ഈ അന്ത്യോക്യ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ സുവിശേഷം വ്യാപിക്കുന്നതിന് ഏറെ സഹായകരമായ ഒരു സ്ഥലമായിരുന്നു, ഒരു സ്ഥലം സഭയായിരുന്നു. ക്രിസ്തീയ സഭയുടെ വളർച്ചയ്ക്കും വ്യാപനത്തിനും ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ട ഒരു സഭ അന്ത്യോക്യ സഭയായിരുന്നു. യെരുശലേം സഭ, ആ സഭയിലെ മേശയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിക്കോലവാസ് ഈ അന്ത്യോക്യയിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു. പ്രവൃത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് കർത്താവ് പറഞ്ഞെങ്കിലും ആദ്യ നാളുകളിൽ യെരുശലേമിൽ തന്നെ തുടരുകയായിരുന്നു അപ്പോസ്തലന്മാർ ചെയ്തത്. എന്നാൽ സ്തെഫാനോസിൻ്റെ രക്തസാക്ഷി മരണം സഭയെ ചലനാത്മകമാക്കി. സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവ ഹേതുവാൽ ചിതറിപ്പോയവർ വചനം അറിയിച്ച് ഉണ്ടായ ഒരു സഭയാണ് ഈ അന്ത്യോക്യയിലെ സഭ. പ്രവൃത്തിയുടെ പുസ്തകം 11-ന്റെ 19-ാമത്തെ വാക്യം. യെരുശലേമിലെ ക്രിസ്തീയ സഭ യഹൂദ മാർഗത്തു നിന്നും വന്നവരായിരുന്നു. അതുപോലെ 10-ാം അധ്യായത്തിൽ പുറജാതിക്കാരനായ കൊർന്നേല്യോസും കുടുംബവും പത്രോസിലൂടെ സുവിശേഷം കേട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു. അവനും അവൻ്റെ കുടുംബവും ക്രിസ്തീയ സ്നാനം സ്വീകരിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാലും ജാതികളിൽ നിന്നുള്ളവരുടെ ഒരു സഭ, അല്ലെങ്കിൽ ആദ്യത്തെ സഭ എന്ന് പറയുന്നത് അന്ത്യോക്യയിലെ ഈ സഭയായിരുന്നു. അന്ത്യോക്യ സഭയുടെ ആരംഭത്തെക്കുറിച്ച് നമ്മൾ പ്രവൃത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിലാണ് നാം പ്രധാനമായും വായിക്കുന്നത്. പ്രവൃത്തിയുടെ പുസ്തകം 11-ന്റെ 20-21 വാക്യങ്ങളിൽ അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. 21-ാമത്തെ വാക്യം. കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ചു കർത്താവിലേക്ക് തിരിഞ്ഞു എന്ന് നാം അവിടെ വായിക്കുന്നു. യെരുശലേമിൽ നിന്നും വന്ന കുപ്രോസ്കാരിലൂടെയും കുറേനക്കാരിലൂടെയുമാണ് സുവിശേഷം അന്ത്യോക്യയിൽ എത്തുന്നത്. ഇവർ പ്രസംഗിച്ച സുവിശേഷം ഗേറ്റുകാർ പറയുന്നത് പോലെ രാജ്യത്തിൻ്റെ സുവിശേഷം ഒന്നും അല്ലായിരുന്നു. കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷമെന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. ഗേറ്റ് മിനിസ്ട്രിയുടെ ചാർട്ടിൽ ഒരു പക്ഷേ ഇത് കാണുകയില്ല. വേദപുസ്തകത്തിൽ ഈ വാക്യമുണ്ട്, ഈ സത്യം വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. വചനമാണ് നമ്മുടെ ആധാരം എന്ന് പറയുന്നത്.
അന്ത്യോക്യ സഭ രൂപപ്പെട്ടത് പൗലോസ് സുവിശേഷം പ്രസംഗിച്ചൊന്നും ആയിരുന്നില്ല. യെരുശലേമിലെ സഭയിൽ നിന്നുള്ളവർ സുവിശേഷം അറിയിച്ചാണ് അന്ത്യോക്യയിലെ ഈ സഭ രൂപം കൊണ്ടത്. ഗേറ്റുകാർക്ക് യെരുശലേമിലെ സഭ യഹൂദ സഭയും അതുപോലെ പത്രോസും കൂട്ടരും പ്രസംഗിച്ച സുവിശേഷം രാജ്യത്തിൻ്റെ സുവിശേഷമാണല്ലോ. രാജ്യത്തിൻ്റെ സുവിശേഷം കൃപയുടെ സുവിശേഷം, യഹൂദ സഭ ക്രിസ്തീയ സഭ എന്നിങ്ങനെ സുവിശേഷത്തെയും സഭയെയും രണ്ടായി കീറിമുറിക്കുന്ന ഗേറ്റുകാരോടുള്ള ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ പറയുന്ന പ്രകാരമാണെങ്കിൽ രാജ്യത്തിൻ്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ചവരാൽ രൂപപ്പെട്ടതാണ് അന്ത്യോക്യ സഭ. അങ്ങനെയെങ്കിൽ അന്ത്യോക്യ സഭ എങ്ങനെ ഒരു ക്രിസ്തീയ സഭയാകും എന്നുള്ള കാര്യത്തിന് ഒരു മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മറുപടി ഉണ്ടാകില്ല. പെന്തക്കോസ്ത് നാളിന് ശേഷവും സുവിശേഷങ്ങളിലെ പോലെ രാജ്യത്തിൻ്റെ സുവിശേഷം തന്നെയാണ് 12 അപ്പോസ്തലന്മാരും പ്രസംഗിച്ചത് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ആ സുവിശേഷം പിന്നീടുള്ള ആൾക്കാർ പ്രസംഗിച്ചു. അങ്ങനെയാണെങ്കിൽ അന്ത്യോക്യയിലും മറ്റും യെരുശലേമിൽ നിന്നും ചിതറപ്പെട്ടവർ പ്രസംഗിച്ച സുവിശേഷം എന്തായിരിക്കാം? രാജ്യത്തിൻ്റെ സുവിശേഷമാണോ? അല്ല. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം കേട്ട് വിശ്വസിച്ച് വന്നവർ എങ്ങനെ ക്രിസ്ത്യാനികളാകും എന്നുകൂടി നിങ്ങൾ ഒന്ന് പറയണം. ഒരേ സമയം അപ്പോസ്തലന്മാർക്ക് 2 തരം സുവിശേഷം പ്രസംഗിക്കാമായിരുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം. പൗലോസിലൂടെയാണ് ആദ്യമായി കൃപയുടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുവാൻ തുടങ്ങിയത് എന്നാണല്ലോ ഗേറ്റ് മിനിസ്ട്രി പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്തീയ സഭയായ അന്ത്യോക്യ സഭ എങ്ങനെ ഉണ്ടായി എന്നുകൂടി നിങ്ങൾ ഒന്ന് വ്യക്തമാക്കണം. 2 തരം സുവിശേഷമില്ല, അതുപോലെ 2 തരം സഭകളില്ല. പെന്തക്കോസ്ത് നാൾ തുടങ്ങി ഇന്നയോളം പ്രസംഗിക്കുന്നത് കൃപയുടെ സുവിശേഷം മാത്രമാണ്. 2 തരം സഭയില്ല. പെന്തക്കോസ്ത് നാളിൽ രൂപപ്പെട്ട സഭ ക്രിസ്തീയ സഭയാണ്, അത് യഹൂദ സഭയല്ല, പുതിയ നിയമസഭയാണ്, ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണത്. യെരുശലേമിലെ സഭയും അന്ത്യോക്യയിലെ സഭയും ക്രിസ്തീയ സഭകൾ തന്നെ ആയിരുന്നു. പത്രോസും കൂട്ടരും പ്രസംഗിച്ച അതേ സുവിശേഷമാണ് കൈസര്യയിലും അന്ത്യോക്യയിലുമൊക്കെ പ്രസംഗിക്കപ്പെട്ടത്. ആ സുവിശേഷമാണ് ഈ ക്രിസ്തീയ സഭയുടെ ആരംഭം കുറിച്ചത് എന്നുള്ളത് തിരുവെഴുത്ത് വ്യക്തമാക്കുന്ന സത്യമാണ്. അതുമാത്രമല്ല, യെരുശലേമിലെ സഭയിലും അന്ത്യോക്യയിലെ സഭയും ക്രിസ്തീയ സഭകളായിരുന്നതുകൊണ്ടാണ് അന്ത്യോക്യയിൽ ഉണർവുണ്ടായപ്പോൾ യെരുശലേം സഭ ആ സഭയുടെ അംഗമായ ബർന്നബാസിനെ അന്ത്യോക്യയിലേക്ക് അയക്കുന്നത്. നിങ്ങളെ ചാട്ട് വായിച്ച് പഠിക്കാതെ വചനമൊന്ന് വായിക്കാൻ ശ്രമിക്കുക. പ്രവർത്തന പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 21-ഉം 22-ഉം വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു, വലിയ ഒരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. 22-ാമത്തെ വാക്യം, അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞ് അയച്ചു. യെരുശലേമിലെ സഭയുടെ അംഗമായ ബർന്നബാസ് അന്ത്യോക്യയിൽ എത്തിയപ്പോഴുണ്ടായ അനുഭവം വചനത്തിൽ പറഞ്ഞത് നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക. വചനം നമുക്ക് വായിക്കാം. അവൻ ചെന്നു ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. 11-ന്റെ 23-ാമത്തെ വാക്യം. യെരുശലേമിലെ സഭ ക്രിസ്തീയ സഭ അല്ലെന്ന് പറയുന്ന ഗേറ്റുകാർ പറയണം, യഹൂദ സഭക്കാരനായ ബർന്നബാസ് ക്രിസ്തീയ സഭയായ അന്ത്യോക്യ സഭയിൽ എന്ത് ദൈവകൃപയാണ് കണ്ടത്? 11-ന്റെ 24-ാമത്തെ വാക്യത്തിൽ ബർന്നബാസിൻ്റെ ശുശ്രൂഷയുടെ ഫലമായി വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതെങ്ങനെ സാധ്യമായി? യഹൂദ സഭക്കാരനായ ബർന്നബാസ് അന്ത്യോക്യയിൽ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചാൽ ക്രിസ്തീയ സഭയിലേക്ക് ജനം വരുമോ എന്നുകൂടി ഗേറ്റ് വക്താക്കൾ ഒന്ന് വ്യക്തമാക്കേണ്ടത് ആവശ്യമാണ്. പ്രവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൽ ഇതേ ബർന്നബാസാണ് പൗലോസിനെ, അതായത് ശൗലിനെ, അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് ശേഷം യെരുശലേമിലെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെല്ലുന്നത്. 9-ന്റെ 27-ാമത്തെ വാക്യം, പ്രവർത്തന പുസ്തകം 9-ന്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കുക. പൗലോസിന് മുൻപേ സഭ ആരംഭിച്ചു എന്നത് ഈ കാര്യത്തിലൂടെ തന്നെ ഇത് വളരെ വ്യക്തമാണ്. മറ്റൊരു രസകരമായ കാര്യം, പ്രവൃത്തികൾ 11-ന്റെ 26-ൽ നാം വായിക്കുന്നത് പൗലോസും ബർന്നബാസും അന്ത്യോക്യയിലെ സഭയിൽ 1 വർഷം മുഴുവൻ ഒരുമിച്ച് കൂടിയിരുന്നു എന്നാണ്. അവരെ 1 സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ഈ തോമസ് ജോർജ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്താണ് കാര്യം? അദ്ദേഹം കൂടെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്.
അദ്ദേഹം പറയുന്നത് കാരണം ഇതാണ്, ജലസ്നാനം ക്രിസ്ത്യാനിക്കുള്ളതല്ല, അതുപോലെ ഗ്രേറ്റ് കമ്മീഷൻ ക്രിസ്ത്യാനിക്കുള്ളതല്ല, അതൊക്കെ യഹൂദനുള്ളതാണ്. ഇത് പറഞ്ഞ ശേഷമാണ് അദ്ദേഹം ചോദിക്കുന്നത് ക്രിസ്ത്യാനിക്ക് ഇവിടെ ഇതിലൊക്കെ എന്ത് കാര്യമാണ് എന്ന് ഉള്ളത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വ്യാഖ്യാനം അനുസരിച്ചാണെങ്കിൽ ബർന്നബാസ് ഒരു യഹൂദ സഭയുടെ അംഗമാണ്, യെരുശലേമിലെ സഭയുടെ അംഗമാണ്. അതൊരു യഹൂദ സഭയായിരുന്നല്ലോ. പൗലോസ് ആദ്യത്തെ ക്രിസ്തീയ സഭയുടെ അംഗവുമാണ്. യഹൂദ സഭക്കാരനായ ബർന്നബാസ് ക്രിസ്തീയ സഭയായ അന്ത്യോക്യയിൽ എന്ത് കാര്യമാണ് അദ്ദേഹത്തിന് ചെയ്യാനുള്ളത്? ആ ചോദ്യമാണ് ഞങ്ങൾ തിരിച്ച് നിങ്ങളോട് ചോദിക്കുന്നത്. പെന്തക്കോസ്ത് നാളിന് ശേഷവും യേശുവിൻ്റെ ശിഷ്യന്മാരും അതുപോലെ അന്ന് രക്ഷിക്കപ്പെട്ട 3000 പേരും ഇവരെല്ലാവരും യഹൂദ ആചാര അനുഷ്ഠാനങ്ങൾ തുടർന്നു പോന്നിരുന്നു എന്നാണല്ലോ ഗേറ്റ് വക്താക്കൾ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 11-ന്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? അവിടെ വായിക്കുന്നു, യഹൂദ സഭക്കാരനായ ബർന്നബാസും ക്രിസ്തീയ സഭക്കാരനായ പൗലോസും ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ അന്ത്യോക്യയിലെ സഭയിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. അല്ല, ഇതെങ്ങനെ സാധ്യമാകും? ഇത് നിങ്ങൾക്ക് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഒരു വർഷം മുഴുവനും അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ് പഴയ നിയമ യാഗങ്ങൾ കഴിക്കുകയും പരിച്ഛേദന, ശബത്ത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഉപദേശിക്കുകയും പൗലോസ് ക്രിസ്തീയ ആരാധന നടത്തുകയും ക്രിസ്തീയ ഉപദേശം പഠിപ്പിക്കുകയുമായിരുന്നു എന്ന് ഗേറ്റ് പണ്ഡിത് ഒരുപക്ഷെ മറുപടി പറഞ്ഞേക്കാം. ഇതൊന്ന് വ്യക്തമാക്കണം. ഗേറ്റുകാരോടുള്ള അടുത്ത ചോദ്യം ഇതാണ്. 13-ന്റെ 2-ാമത്തെ വാക്യത്തിൽ അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. 13-ന്റെ 2-ാമത്തെ വാക്യം. യഹൂദ സഭക്കാരനായ ബർന്നബാസിനെയും ക്രിസ്തീയ സഭക്കാരനായ പൗലോസിനെയും പരിശുദ്ധാത്മാവ് സുവിശേഷ വേലയ്ക്കായി വേർതിരിച്ചു എന്ന കാര്യമാണ് നാം ഇവിടെ വായിക്കുന്നത്. ഇത് ഗേറ്റുകാരുടെ ഉപദേശം അനുസരിച്ചാണ് എന്ന് ഓർക്കണം. ഗേറ്റുകാർക്ക് യഹൂദ സഭക്കാരുടെ സുവിശേഷം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷം അല്ലെങ്കിൽ പ്രസംഗിച്ച സുവിശേഷം കൃപയുടെ സുവിശേഷവുമാണ്. പത്രോസിൻ്റെ സുവിശേഷം, പൗലോസിൻ്റെ സുവിശേഷം എന്നൊക്കെ തോമസ് ജോർജ് സുവിശേഷത്തെ രണ്ടായിട്ട് വേർതിരിക്കാറുണ്ട്. പൗലോസും പത്രോസും ബർന്നബാസും ഒക്കെ വേറെ വേറെ സുവിശേഷമാണ് ഇവരുടെ വ്യാഖ്യാനമനുസരിച്ചാണെങ്കിൽ പ്രസംഗിച്ചത്. ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ബർന്നബാസും പൗലോസും ഏത് സുവിശേഷമാണ് അവരെ പ്രസംഗിച്ചത്? പൗലോസ് കൃപയുടെ സുവിശേഷവും ബർന്നബാസ് രാജ്യത്തിൻ്റെ സുവിശേഷവുമായിരുന്നുവോ എന്ന് ഒന്ന് നിങ്ങൾ വ്യക്തമാക്കണം. ഇതിനൊന്നും ഗേറ്റുകാർക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ്. ഒട്ടനവധി ചോദ്യങ്ങൾ ഇനിയും ഗേറ്റുകാർ ചോദിക്കാറുണ്ട്. ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. അവർക്ക് ഉത്തരമില്ല എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും വഞ്ചനയുടെ ആത്മാവിനെ തുറന്നു കാട്ടുക എന്നുള്ള ആ ഉത്തരവാദിത്വമാണ് റീബിൽഡ് യുവർ ചർച്ച് ഏറ്റെടുത്തിരിക്കുന്നത്. ഗേറ്റ് മിനിസ്ട്രിയുടെ ഇത്തരം പാഷൻ്റെ ഉപദേശങ്ങളെ ശക്തമായി എതിർക്കുക തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല. പൗലോസുടെ അല്ല, പെന്തക്കോസ്ത് നാളിലാണ് സഭ രൂപപ്പെട്ടത് എന്നതിനുള്ള 7-ാമത്തെ കാരണം അടുത്ത വീഡിയോയിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. തിരുവഴുത്തുകളെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പരിശോധിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് ആവശ്യമായ ദൈവകൃപ നൽകട്ടെ. ഈ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷയെ മറ്റുള്ളവർക്ക്, വചനം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് പങ്കുവയ്ക്കുവാനും എൻ്റെ അനുവാചകർ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം വിനയത്തോട് ഓർപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.